എന്ന പേരുള്ള ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സുഷമ തന്റെ മകനോടും ഭാര്യയോടും കൂടി താമസിച്ചിരുന്നു. സുഷമ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്താണ് ജീവിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് സുഷമയ്ക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങള് പറ, നിങ്ങള് നന്നായൊക്കെ പഠിക്കുന്നില്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട് മാഡം. പക്ഷെ ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് കാല് നന്നായിട്ട് വേദനിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ. പക്ഷെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അതിനുവേണ്ടി പരിശ്രമിക്കണം. എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ പോകണം. എല്ലാവർക്കും മനസ്സിലായോ? ശരി മാഡം. ആ ഗ്രാമത്തിൽ ട്രെയിനോ ബസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. റോഡുകളുടെ കാര്യവും വളരെ മോശമായിരുന്നു. കാളവണ്ടി ഉപയോഗിച്ചാണ് അവിടുത്തെ ജനങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. സുഷമയുടെ മകൻ രാഹുൽ ബേക്കറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം ക്ഷീണിച്ചുകൊണ്ട് രാഹുൽ വീട്ടിൽ വന്നു. എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, ദിവസം ഇങ്ങനെയാ സംഭവിക്കുന്നത്. രാവിലെ നേരത്തെ എണിച്ച് അവിടേക്ക് നടന്ന് എന്റെ ജോലിക്ക് പോണം. അവിടെ ജോലി കഴിഞ്ഞതിന് ശേഷം കുറെ ദൂരം നടന്നു വേണം ഇവിടെ എത്താൻ. ഇനി എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ യാതൊരു സൗകര്യങ്ങളും ഇല്ല. ട്രെയിൻ ഗതാഗതമോ ഓട്ടോറിക്ഷയുടെ സംവിധാനമോ. നമ്മൾ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. നീയും ശരിയാണ് പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് ഈ ഗ്രാമത്തില് കുറെ ഓർമ്മകളുണ്ട്. അവര് വരാൻ പറ്റില്ല എന്ന് പറയൂ. അമ്മ വരുന്നില്ല എങ്കിൽ നമ്മൾ മാത്രം പോകും. അമ്മ പറയുന്നതും കേട്ട് എത്ര നാൾ നമ്മൾ ഈ ഗ്രാമത്തിൽ തന്നെ കഴിച്ചുകൂട്ടും? ശരി, ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു നോക്കാം. ഒരുപക്ഷെ അമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് ഗ്രാമത്തെ വിട്ട് പുറത്തു പോകാം. എന്തായാലും അച്ഛന്റെ പെൻഷൻ വരുന്നതും നിന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. രാഹുലും മനീഷയും രണ്ടുപേരും ചേർന്ന് അമ്മയോട് സംസാരിക്കാനായി എത്തി. അമ്മ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളോടൊരു കാര്യം സംസാരിക്കണം. പറയൂ മോനെ, എന്ത് കാര്യമാ പറയേണ്ടത്? ഞാനും മനീഷയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവളുടെ അമ്മേന്റെ വീട്ടിൽ താമസിക്കുന്നതാണ്. അവിടെ ട്രെയിന്, ബസ്, ഓട്ടോ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമാധാനത്തിൽ ജീവിക്കും. മോനെ, നീ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേരെ പറ. ഞാൻ എന്താ പറയാമെന്ന് വെച്ചാ, നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം വരാലോ. മോനെ, ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രാമം വിട്ട് എനിക്ക് വേറെ എങ്ങോട്ടും വരാൻ കഴിയില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് എന്റെ ജോലിയാണ്. മാത്രമല്ല, നിന്റെ അച്ഛനും ഞാനും ഈ ഒരു കാര്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. പക്ഷെ അമ്മേ, ഞങ്ങൾക്കിവിടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ ഇഷ്ടമില്ല. ഈ വീടും നല്ലതല്ല, ഈ ഗ്രാമവും നല്ലതല്ല. എല്ലാ ദിവസവും എന്റെ ഭർത്താവ് ക്ഷീണിതനായാണ് വരുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഇനിയും അങ്ങനെ കാണാൻ കഴിയില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ ഈ വീടും ഗ്രാമവും വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. ശരിയമ്മ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ. ഞാനും മനീഷയും ഇപ്പൊ തന്നെ ഈ വീട് വിട്ട് പുറത്തു പോവാണ്. രാഹുൽ തന്റെ അമ്മയെ വിട്ട് മനീഷയെയും കൂട്ടി തന്റെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറി. സുഷമ വളരെയേറെ ദുഃഖിതയായി തന്റെ വീടിന് സമീപമുള്ള ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അവർ കരഞ്ഞു. നിങ്ങൾ എന്നെ വിട്ട് എന്തിനാ പോയത്? ഞാൻ ഇന്ന് തീർത്തും തനിച്ചാണ്, തീർത്തും തനിച്ച്. ആദ്യം നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കി പോയി. ഇന്ന് നമ്മുടെ മകൻ രാഹുലും വിട്ടുപോയി. ഈ ഗ്രാമത്തിൽ ട്രെയിനിന്റെ സംവിധാനം ഉണ്ടെങ്കിൽ രാഹുലും അവന്റെ ഭാര്യയും ഒരിക്കലും എന്നെ വിട്ടു പോകുകയില്ലായിരുന്നു. സുഷ്മ തന്റെ ഭർത്താവിനെയും തന്റെ മക്കളെയും ആലോചിച്ച് ആ മരത്തിന് ചുവട്ടിലിരുന്ന് കരഞ്ഞു. അപ്പോൾ ആകാശത്ത് നിന്നും ഒരു മന്ത്രവാദിനി തന്റെ മാന്ത്രിക വടിയിലിരുന്ന് മരത്തിന് സമീപത്തേക്ക് വന്നു. വാ, ഇന്ന് ആകാശം വളരെ തെളിഞ്ഞിരിക്കുന്നു. ഈ ആകാശത്ത് പറക്കാൻ എന്തൊരു രസമാണ്. അപ്പോഴാണ് മന്ത്രവാദിനി സുഷമ കരയുന്ന ശബ്ദം കേട്ടത്. അല്ല, ഇത്രയും നല്ല കാലാവസ്ഥയിൽ ആരാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? സുഷമ ഇരുന്ന് കരയുന്നത് കണ്ട മന്ത്രവാദിനി സുഷമയുടെ സമീപത്തേക്ക് വന്നു. എന്തുപറ്റിയ അമ്മേ? അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്നോട് പറയൂ. എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അത് നിങ്ങൾ ആരാണ്? ഞാനൊരു നല്ല മന്ത്രവാദിനിയാണ്, മന്ത്രപ്പൂരിൽ നിന്നാണ്. ഇനി അമ്മ പറയൂ, അമ്മ എന്തിനാ കരയുന്നത്? ഗ്രാമത്തിൽ നല്ല സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്റെ മകൻ രാഹുൽ
അവന്റെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറി. ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മകൻ ഒരിക്കലും എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകില്ലായിരുന്നു. ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ പോലും അവരുടെ സ്കൂളിൽ ടൈമിൽ എത്തുമായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഇത് വാങ്ങിക്കോളൂ. ഈ പെട്ടിയിൽ മന്ത്രപൂരിൽ നിന്ന് എടുത്തു വന്ന രഹസ്യമായ മണ്ണുണ്ട്. ഇത് നഗരത്തിൽ ക്ലേ എന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണമായ ക്ലേ അല്ല. ഇതിൽ നിങ്ങൾ എന്ത് രൂപമാണ് ഉണ്ടാക്കുന്നത് അത് അതിന്റെ ശരിയായ രൂപത്തിൽ വന്ന് മാറി അതിന്റെ ജോലികൾ ചെയ്യും. അതായത് ശരിയായ വസ്തു ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഇത് തെറ്റായ കൈകളിലാണ് വന്നതെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമാകും. മന്ത്രവാദിനി മോളെ, നിനക്ക് ഒരുപാട് നന്ദി. ഈ വൃദ്ധയായ സ്ത്രീയെ സഹായിച്ചതിന് നന്ദി. യാതൊരു പ്രശ്നവുമില്ല, ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മന്ത്രവാദിനി അവിടെ നിന്നും പോയി. സുഷമയാണെങ്കിലോ ആ ക്ലേയുടെ ബോക്സ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ ക്ലേ ബോക്സ് എടുത്തുകൊണ്ടുവന്ന് ആ മരത്തിന് ചൂട്ടിലിരുന്ന് അതുകൊണ്ട് ഒരു ട്രെയിൻ ഉണ്ടാക്കി. ആ ട്രെയിൻ ഉണ്ടാക്കിയ ഉടനെ അത് അതിന്റെ ശക്തിയിൽ അതിന്റെ ശരിയായ രൂപമെടുത്തു. ഗ്രാമവാസികളെല്ലാം വന്ന് ആ ട്രെയിൻ കണ്ടു. ഗ്രാമത്തലവനും അവിടേക്ക് എത്തിച്ചേർന്നു. ഈ ട്രെയിൻ കാണാൻ വളരെ പഴയതുപോലെ ഉണ്ടല്ലോ. ഇത് വലുത് ഓടുവോ അല്ലയോ? നിങ്ങൾ സ്വയം ആ ട്രെയിനിൽ കയറി ഇരുന്ന് നോക്കൂ. ഗ്രാമവാസികളെല്ലാം ആ ട്രെയിനിൽ കയറിയിരുന്നു. ഉടനെ ട്രെയിൻ യാത്ര തുടങ്ങി. അതിനുശേഷം എല്ലാവരും സുഷമയെ വാനോളം പുകഴ്ത്തി. ആ ഗ്രാമം മുഴുവൻ ഈ ട്രെയിനിനെ വൃദ്ധയുടെ മാന്ത്രിക ട്രെയിൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അതുപോലെയുള്ള ഒരു ട്രെയിൻ ഞാൻ ഈ ഗ്രാമത്തിന് വേണ്ടി വീണ്ടും ഉണ്ടാക്കും. ആ ട്രെയിൻ ഉപയോഗിച്ച് ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ സ്കൂളിലെത്താൻ കഴിയും. സുഷമ വീണ്ടും അതുപോലുള്ള ഒരുപാട് ട്രെയിനുകൾ ഉണ്ടാക്കി. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ ട്രെയിൻ സൗജന്യമായിരുന്നു. ഈ മാന്ത്രിക ട്രെയിനിന്റെ കാരണം കൊണ്ട് ഗ്രാമത്തിലെ എല്ലാ അവസ്ഥകളും മാറി. ഈ വിശേഷങ്ങളെല്ലാം അധികം താമസിയാതെ മനീഷയുടെ ചെവിയിലും എത്തി. അല്ല, നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടത് ഹിമ്മത്പൂരിൽ മന്ത്രശക്തി കൊണ്ട് അമ്മ ട്രെയിൻ ഉണ്ടാക്കിയെന്നാണ്. ആ ട്രെയിനിന്റെ വരവ് കൊണ്ട് ഗ്രാമം മുഴുവൻ പെട്ടെന്ന് മാറിപ്പോയി. ഞാനും ഈ കാര്യത്തിനെ കുറിച്ച് കേട്ടു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കേട്ടു. ട്രെയിനിൽ പോലെ എല്ലാവരുടെ അടുത്തും അമ്മ പൈസ മേടിക്കുന്നില്ല എന്നാണ്. അമ്മ വിചാരിച്ചാൽ ഒരുപാട് പണം ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്നിട്ടും അമ്മ ട്രെയിൻ സൗജന്യമായാണ് കൊടുത്തത്. നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവാൻ സമയമായി തോന്നുന്നു. രാഹുലും മനീഷയും ഉടനെ തന്നെ ഹിമ്മത്പൂരിലേക്ക് തിരിച്ചു വന്നു. രാഹുൽ അമ്മയെ കണ്ട ഉടനെ പറഞ്ഞു, സുഖമാണോ അമ്മേ? എനിക്ക് സുഖാണ് മോനെ. നിനക്കും മനീഷയ്ക്കും സുഖം തന്നെയാണോ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ഞങ്ങൾ കേട്ടല്ലോ അമ്മയെ ഗ്രാമത്തിൽ മാന്ത്രിക ട്രെയിൻ ഉണ്ടാക്കിയെന്ന്, അതും സൗജന്യമായി. അതെ മോളെ, ഈ ട്രെയിൻ തികച്ചും സൗജന്യമാണ്. ഇതുപയോഗിച്ചാണ് ഇന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ഗ്രാമത്തിലെ സൗകര്യങ്ങളും കൂടി വളരെ വേഗത്തിൽ. ഞാൻ എന്താ ഈ ഗ്രാമത്തിലെ കടയൊക്കെ വെച്ചിരിക്കണ്ടോ അമ്മേ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വന്നല്ലോ. ഇനി എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. പിറ്റേ ദിവസം രാഹുൽ വളരെ വേഗത്തിൽ എഴുന്നേറ്റ് ട്രെയിനിന്റെ സമീപത്തേക്ക് എത്തി. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, ഇന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും ഈ ട്രെയിൻ ഉപയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടി ടിക്കറ്റ് മേടിക്കണം. ആര് ടിക്കറ്റ് മേടിക്കാതിരുന്നോ അവർക്ക് ഈ ട്രെയിനിൽ പോവാൻ പറ്റില്ല. ആ സമയം ഗ്രാമത്തലവൻ അവിടേക്ക് എത്തി. പക്ഷേ രാഹുലേ, നിനക്ക് ഈ ഗ്രാമത്തിന്റെ പഴക്കവഴക്കം അറിയാലോ. ഈ കാരണം കൊണ്ടാണ് നിന്റെ അമ്മ ഈ ട്രെയിനിൽ കയറാൻ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞത്. ആ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ എത്തിയല്ലോ. ഇനി നിങ്ങൾ ഈ ട്രെയിനിൽ കയറണമെങ്കിൽ ഇനി ടിക്കറ്റ് മേടിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം എന്തെന്നാ തലവരെ, ഞങ്ങൾ ഈ ഗ്രാമത്തില് സത്രമൊന്നുമല്ല നടത്തുന്നത്. എല്ലാവർക്കും ട്രെയിനിൽ കയറാൻ ഫ്രീ എന്ന് പറഞ്ഞ് നടക്കാൻ. എല്ലാ ഗ്രാമവാസികളും ടിക്കറ്റുകൾ എടുത്ത് ട്രെയിനിൽ യാത്ര തുടങ്ങി. ഒരു ദിവസം മനീഷ രാഹുലിനോടായി പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. പക്ഷെ നമ്മുടെ വീട് നോക്ക്, പഴയതാണ്. മാത്രമല്ല എനിക്ക് മനസ്സിലായി അമ്മ ഈ മാന്ത്രിക ട്രെയിൻ എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന്. അമ്മയുടെ മുറിയിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഒരു ക്ലേ ഉണ്ട്. ആ ക്ലേ മാന്ത്രിക ക്ലേ ആണ്. ആ ക്ലേ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നതോ അത് ശരിയായ രൂപത്തിൽ മാറും. ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ നമുക്ക് ഈ ക്ലേ വെച്ച് ബംഗ്ലാവ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ബംഗ്ലാവിൽ താമസിക്കാം.
അതെ, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇന്ന് അമ്മ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആ ബോക്സിൽ നിന്നും അമ്മ അറിയാതെ കുറച്ച് ക്ലേ എടുത്തുകൊണ്ടുവരാം. അങ്ങനെ രാത്രി സമയമായി. മനീഷ അമ്മ അറിയാതെ ആ മുറിയിലേക്ക് ചെന്ന് ബോക്സിൽ നിന്നും കുറച്ച് ക്ലേ എടുത്തു. പിറ്റേ ദിവസം രാവിലെ രാഹുലും മനീഷയും ഒരു വിജനമായ സ്ഥലത്തേക്ക് എത്തി. അവിടെ വെച്ച് അവർ ഒരു ബംഗ്ലാവിന്റെ രൂപമുണ്ടാക്കി. പക്ഷെ ബംഗ്ലാവിൽ വാതിലുണ്ടാക്കാൻ മറന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബംഗ്ലാവ് അതിന്റെ ശരിയായ രൂപത്തിലായി മാറി. രണ്ടാളും അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഹായ്, ഈ ബംഗ്ലാവ് എത്ര വലുതാണ്, എന്തു ഭംഗിയാ! പക്ഷെ മനീഷ, ഈ ബംഗ്ലാവിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തു പോവാ? എനിക്കിവിടെ ഒരു വാതിലും അറിയുന്നില്ല. പിന്നെ ഞാൻ വാതിൽ വെക്കാനും മറന്നുപോയി. എന്ത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകും? പുറത്തേക്ക് പോകാനുള്ള വഴി കാണാതെ രണ്ടുപേരും നിരാശരായി അവിടെ തന്നെ നിന്നു. അപ്പോൾ മനീഷ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മാത്രം എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്നോ? നമുക്ക് സ്വാർത്ഥത കൊണ്ട് കണ്ണു കാണാതായി. നീ പറഞ്ഞത് ശരിയാണ് മനുഷ്യ. ഞാൻ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്ത് ചതി ചെയ്തോ അതിന്റെ ശിക്ഷയാണ് എനിക്കിപ്പോ കിട്ടുന്നത്. അതേസമയം സുഷമ ആ ബംഗ്ലാവിന് സമീപത്തേക്കെത്തി. ക്ലേ ഉപയോഗിച്ച് ഒരു വലിയ വാതിലുണ്ടാക്കി ബംഗ്ലാവിൽ പതിപ്പിച്ചു. അവർ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. രാഹുലും മനീഷയും സുഷമയെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി. എന്നെ ക്ഷമിച്ചേക്കുമാ, ഞാൻ അത്യാഗ്രഹം കൊണ്ട് കുരുടനായിരിക്കുന്നു. ആ അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ചെയ്ത തെറ്റിന് അതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. ഒരു പ്രശ്നവുമില്ല മോനെ. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് സന്തോഷവതിയാണ്. ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് സന്തോഷമുള്ളത്. ഒരുപാട് നന്ദി അമ്മേ. നിങ്ങളെപ്പോലെ ഇവിടെ ആരുമില്ല. ഞാൻ ഇന്ന് തന്നെ ട്രെയിനിൽ ടിക്കറ്റ് വിൽക്കുന്നത് നിർത്താൻ പോവാണ്. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവാം.